മക്കളെ വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനസദ്ദലൻ സാർ. മക്കളെ നമുക്കാണെങ്കിൽ ഇന്നാണ് നമ്മുടെ +1 CS ആണെങ്കിൽ സൂപ്പർ 60 വരുന്നത്. ഇന്ന് വൈകുന്നേരമാണ് വരുന്നത് അല്ലേ, 7 മണിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സുകൾ നമുക്കാണ് ഈ ഫസ്റ്റ് ഓണം എക്സാമിനുള്ളത്. അഥവാ ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസുകൾ എത്രയാണ്. ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്, കുറച്ച് വലിയ ചാപ്റ്റേഴ്സുകളാണ് ഇല്ലേ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താണ് കുറച്ച് ലോഡ് അങ്ങ് മാറ്റി തരാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സുകൾ നല്ല വെയിറ്റേജ് വരുന്നുണ്ട്. ഏകദേശം ഒരു 30-നടുത്ത് വെയിറ്റേജ് എന്നാണ് ഈ പറഞ്ഞ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ എക്സാമിന്റെ വെയിറ്റേജ് പറയട്ടോ. അപ്പോൾ അത്രത്തോളം വെയിറ്റേജ് ഈ 3 ചാപ്റ്റേഴ്സിനോളം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സുകൾ നമുക്ക് ബ്രീഫായിട്ടൊന്ന് കണ്ടു നോക്കാം. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിച്ചു നോക്കാം. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 2 കാറ്റഗറിയുള്ള ആൾക്കാർക്കാണ് ഉപകാരം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാറ്റഗറിയാണ് ഈ പറഞ്ഞ ഒന്നും പഠിക്കാത്തൊരു കുട്ടികൾക്കാണെങ്കിൽ, ഈ ചാപ്റ്റേഴ്സുകൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഇത്രത്തോളം ഉള്ള എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു വീഡിയോ ബെനിഫിറ്റ് ആണ്. അല്ലാതെ ഈ ചാപ്റ്റേഴ്സുകൾ ഫുള്ളായിട്ട് എല്ലാവരും പഠിച്ചു എങ്കിൽ അവർക്കും എന്താണ് ഇത് റിവിഷനായിട്ടും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ 2 കാറ്റഗറി മക്കൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാം. റെഡി അല്ലേടാ? യെസ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടിംഗ്. അതിനകത്ത് ആദ്യം വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്പർ സിസ്റ്റം അല്ലേ. നമ്മൾ നമ്പർ സിസ്റ്റംസ് ഫസ്റ്റ് പഠിക്കുന്നുണ്ട്, ഈജിപ്ഷ്യൻ പഠിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ആണെങ്കിൽ പീരീഡ് പഠിച്ചില്ലെങ്കിലും വലിയ നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ ബേസ് എന്ന് പഠിച്ചിരിക്കുക. ബേസ് 10 ആണ് വരുന്നത്. ഇത് പിക്ചോഗ്രാഫിക്സുകളായിട്ടും നമ്മുടെ പവേഴ്സ് ഓഫ് 10ന്റെ സിംബൽസുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ നമ്മളെ സുമേര അല്ലെങ്കിൽ ബാബിലോണി നമ്പർ സിസ്റ്റം ആണ്. ബേസ് 60 ആണ്, അഥവാ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ബേസ് ഉള്ള നമ്പർ സിസ്റ്റം ആണെന്ത്, സുമേര അല്ലെങ്കിൽ ബാബിലോണി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റൈറ്റ് ചെയ്യും. ഇപ്പൊ അവിടെ 0ക്ക് പകരം എന്താണ് അവിടെ പ്ലേസ് ഹോൾഡർ, അവിടെ സ്പേസ് അവിടെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നോക്കാം, ചൈനീസ് ആണെങ്കിൽ എന്താ ഡെസിമൽ ബേസ് 10 ആണ്. ഇത് റോഡ്സുകളും ബോർഡ്സുകളും കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നോക്കാം, ഗ്രീക്ക് എന്ന് പറയുമ്പോൾ അയോണിക് നമ്പർ സിസ്റ്റം വിളിക്കാറുണ്ട്. ഗ്രീക്ക് ആൽഫബറ്റ് അഥവാ നോൺ പോസിബിൾ നമ്പർ സിസ്റ്റം ആയിരുന്നു ഈ ഗ്രീക്ക് എന്ന് പറയുമ്പോൾ അല്ലെ. റോമൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മളെ ഈ പറഞ്ഞ IVXLCDM സിംബൽസുകളാണ് യൂസ് ചെയ്തത്. ഇത് നോൺ പോസിറ്റീവ് നോൺ സീറോ സിംബൽ ആണെന്ത് റോമൻ എന്ന് പറയുമ്പോൾ. മായ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസ് 20 ആണ്, വൈഗസിമൽ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ എന്താ നമ്മൾ ഇവിടെ നോക്കാം, ഷെൽ ഷേപ്ഡ് സിംബൽ 0 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പോസിറ്റീവ് നമ്പർ സിസ്റ്റം ആണ്. നെക്സ്റ്റ് ഹിന്ദു അറബിക് എന്ന് പറയുമ്പോൾ എന്താണ് പോസ്റ്റൽ നമ്പർ സിസ്റ്റം ആണ്, സിംബൽ എന്താണ് 0 യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ മോഡേൺ നമ്പർ സിസ്റ്റംസ് ഉണ്ട്, അതിന്റെ അതുമായിട്ട് വളരെ സിമിലർ ആണെന്ത് ഈ ഹിന്ദു അറബിക് കേട്ടോ. അപ്പൊ ഇവിടെ 0യുടെ സിംബൽ ആദ്യം ഇൻട്രൊഡ്യൂസ് എവിടെയാണ് ഹിന്ദു അറബിക്കിൽ കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് നമ്പർ സിസ്റ്റം ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രീഫായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, നമ്മുടെ കമ്പ്യൂട്ടിംഗ് മെഷീൻസ് പറയുകയാണ്. ഒന്നാണ് അബാക്കസ്. അബാക്കസ് എന്ന് പറയുന്നത് മെസപ്പൊട്ടാമിയൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ മൂവബിൾ ബെഡ്സ് കൊണ്ടാണ് ഇത് മൂവബിൾ ബെഡ്സ് അല്ലെങ്കിൽ റോഡ്സ് ഓർ വയേഴ്സ് കൊണ്ടാണ് ഇത് എന്താണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മളെ ഇവിടെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, അഡിഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ വേണ്ടി അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആണ് ഈ പറഞ്ഞ അബാക്കസ് എന്ന് പറയുമ്പോൾ. ചൈനക്കാർ പിന്നെ എന്താ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തു. നെക്സ്റ്റ് നോക്കാം, നേപ്പിയേഴ്സ് ബോൺ എന്ന് പറയുന്നത് ജോൺ നേപ്പിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്പറിംഗ് റോഡ്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വേണ്ടി യൂസ് ചെയ്തു. 10 ബോൺസുകളുണ്ട്, 0 to 9 ഉള്ള 10 ബോൺസുകളുണ്ട്. 11th ബോൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ 11th ബോൺ എന്താണ്, സ്പെഷ്യൽ 11th ബോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടിപ്ലെയർ ആയിരിക്കും അല്ലെ. യെസ്, ഓർത്തിരിക്കുക. പാസ്കൽ എന്ന് പറയുന്നത് ബ്ലേസ് പാസ്കൽ ആണ്. ഗിയേഴ്സ് ആൻഡ് വീൽസ് ഉണ്ട്, അഡിഷണൽ സബ്സ്ട്രാക്ഷൻ വേണ്ടി യൂസ് ചെയ്തു. ഇത് നമുക്ക് ക്യാരി ട്രാൻസ്ഫർ ഫീച്ചർ ഉണ്ട്. നെക്സ്റ്റ് വെക്കാം, ലെബനിസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞുള്ള ഗോട്ട്ഫ്രൈഡ് വിൽഹം വെലബനിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് പാസ്കൽസിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ആണ്. അതായത് ആഡിങ് മെഷീൻ അഥവാ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കൂടെ എന്താ നമ്മളെ ഇവിടെ ചെയ്തേപ്പുണ്ട് അല്ലെ. അപ്പം റിപ്പീറ്റഡ് അഡിഷൻ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജാക്വാൾ ലൂംസ് പറയുന്നതാണ്. ജാക്വാൾ ലൂംസ് പറയുമ്പോൾ ജോസഫ് ജാക്വാൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പഞ്ചഡ് കാർഡ്സ് എന്താ നമ്മളെ ഈ പറഞ്ഞ പഞ്ചഡ് കാർഡ്സ് കൊണ്ട് പഞ്ചഡ് കാർഡ്സുകളാണ് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് യൂസ് ചെയ്യുന്നത്. പഞ്ചഡ് കാർഡ്സിനകത്താണെങ്കിൽ എന്താ നമ്മളെ ഡിസൈൻസുകളുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ടെക്സ്റ്റ്വൽ മാനുഫാക്ചറിംഗ് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണെന്ത് ജാക്വാൾ ലൂംസ്. അപ്പൊ ഓരോ പഞ്ചഡ് കാർഡ്സിനും എന്താ ഓരോ പഞ്ചഡ് കാർഡ്സിനകത്താണെങ്കിൽ പഞ്ചഡ് ഹോൾസുകളുണ്ട്. ആ പഞ്ചഡ് ഹോൾസ് ആണ് നമ്മൾ എന്ത് അതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. അതായത് ജാക്വാൾ ലൂംസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ചാൾസ് ബാബേജ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനൊക്കെ മെക്കാനിസം അതായത് ഓട്ടോമാറ്റിക്കലി എന്താ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ഡിസ്പ്ലേ ആക്കുന്ന ഒരു ഡിവൈസ് എന്ത്
ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചവരാണ് ഈ പറഞ്ഞ ചാൾസ് ബാബേജ് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അത് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ആണെന്ത് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ. കാരണം കാൽക്കുലേഷൻ ടൂൾ മാത്രമല്ല, ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷൻ എത്തിച്ച ഒരു ഡിവൈസ് ആണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഓർത്തിരിക്കുക, മെമ്മറി സ്റ്റോറേജ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്, പിന്നെ CPU ഉണ്ട്, അഥവാ CPU മറ്റൊരു പേര് മില്ലെന്നായിരുന്നു അപ്പൊ അറിയപ്പെട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താ നമ്മളെ ഈ അനലിറ്റിക്കൽ എഞ്ചിനിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ജസ്റ്റ് നോക്കാം. യെസ്, ഞാൻ ഒരു കാര്യങ്ങൾ ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് എന്ന് പറയട്ടെ, ഷോർട്ടായിട്ട് അല്ല എന്ന് പറയട്ടെ. ജസ്റ്റ് മാർക്ക് 1 എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മാർക്ക് 1 എന്ന് പറയുമ്പോൾ ഹവാർഡ് ഐക്കൻ ആണ് ഇത് ഇപ്പൊ IBM ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാർക്ക് 1 കമ്പ്യൂട്ടർ. ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ്. ഇത് നമ്മളൊരു ഫസ്റ്റ് ഓപ്പറേഷൻ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ് ഇത് മാർക്ക് 1 എന്ന് പറയുമ്പോൾ അല്ലെ. ഓർത്തിരിക്കുക, ഇത് ഓട്ടോമാറ്റിക് ഇതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ ഒരു മിനിറ്റ് സൂം ചെയ്യട്ടെ. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഈ പറഞ്ഞ പ്രീ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസുകളൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആണ്, ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ആണ് ഈ പറഞ്ഞ മാർക്ക് 1 എന്ന് പറയുമ്പോൾ 1944. എന്റെ വർഷം പഠിച്ചു കേട്ടോ. ജസ്റ്റ് നോക്കാം. സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ 1945 സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് വിളിക്കുമ്പോഴാണ് ഈ പറഞ്ഞുള്ള നമ്മുടെ ജോൺ വോൺ ന്യൂമാൻ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഡേറ്റ പ്രോഗ്രാമിനെയും ഡേറ്റയെ ആണെങ്കിൽ ഒരു സെയിം മെമ്മറി യൂണിറ്റിലാണെങ്കിൽ സ്റ്റോർ ചെയ്യുക, അതിനെ എന്ത് വിളിക്കാടാ ഈ പറഞ്ഞ സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഡേറ്റയും പ്രോഗ്രാമിനെയും ഒരു സെയിം മെമ്മറി യൂണിറ്റിൽ നമ്മളെ ഹോൾഡ് ചെയ്യുക, അതിനെന്ത് വിളിക്കാടാ ഈ പറഞ്ഞ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക. നെക്സ്റ്റ് അഡാ ലവലേസ് എന്ന് വിളിക്കുന്നതാണ്. അഡാ ലവലേസ് ഫസ്റ്റ് പ്രോഗ്രാമർ എന്ന് വീട് അല്ലെ. ഫസ്റ്റ് പ്രോഗ്രാമർ എന്ന വീടാണ് നമുക്ക് അഡാ ലവലേസ് അല്ലെ. അഡാ ലവലേസ് മറക്കല്ലേ. ഓക്കെ, യെസ്. അപ്പൊ ഈ ചാൾസ് ബാബേജിനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക? റീസൺ എന്താണ്? അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ഈ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? ഈ പറഞ്ഞ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക റീസൺ കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, യാ. നെക്സ്റ്റ് നോക്കാം, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ നോക്കാം. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം. യെസ്, ഫസ്റ്റ് ജനറേഷൻ പറയുകയാണ്. ഫസ്റ്റ് ജനറേഷനിൽ പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ തൗസൻഡ്സ് ഓഫ് വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്തു. ഹൈ ഇലക്ട്രിസിറ്റി കോൺസെപ്ഷൻ ആണ്. പിന്നെ എക്സസീവ് ഹീറ്റ് എക്സാമ്പിൾസുകൾ ഇതിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് കൊണ്ടാണ് ഈ ENIAC ഉണ്ട്, EDVAC, UNIVAC ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടർ കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. EDSAC കേട്ടോ, ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ EDSAC ഉണ്ട് കേട്ടോ. 2G എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ ആണ് വാക്യൂം ട്യൂബ്സ് റീപ്ലേസ് ഉണ്ടായത്. പിന്നെ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്, സ്മോളർ ആണ്, ലെസ് പവർ മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് കോർ മെമ്മറി, ജിമോസ്, ഫോർട്ടാൻ, കോബോൾ. ഫസ്റ്റ് ആദ്യം ഇവിടെ മെഷീൻ ലാംഗ്വേജ് ആണ് 1Gയിലാണെങ്കിൽ 2Gയിൽ വന്നപ്പോൾ അത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കേട്ടോ. ഓർത്തിരിക്കുക, IBM 1401 IBM 1620 ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു കേട്ടോ. 3Gയിൽ വന്നപ്പോഴാണ് നിങ്ങൾ IC ആണ്, അഥവാ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഇത് മെമ്മറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൾട്ടി ടാസ്കിങ്, മൾട്ടി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മളെ ഈ പറഞ്ഞ IBM 360, IBM 370, PDP-8, PDP-11 ഒക്കെ നമ്മളെ ഇവിടെയുള്ള കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. നോക്കാം, ഫോർത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ പ്രൊസസർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് അഫോർഡബിൾ പ്രൈസ് നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടർ, ഫാസ്റ്റ് പ്രോസസിംഗ് ഒക്കെ നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. കാരണം 4Gയിലും 5Gയിലായിട്ട് നിൽക്കുകയാണ് നമ്മൾ കറന്റ് അല്ലേ. നെക്സ്റ്റ് നോക്കാം, ഇന്റൽ 4001 എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 4Gയിലാണെങ്കിൽ 5Gയിൽ വന്നപ്പോൾ AI ജനറേഷൻ ആണ്. റോബോട്ടിക്സ്, പാരലൽ പ്രോസസിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗും NLP ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യവിടെ മക്കളെ ഈ പറഞ്ഞ മെഷീൻ ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യവിടെ അവിടെ 4Gയിലാട്ടോ, 5Gയിലാട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ്സുകളൊക്കെ അവിടെ ഉൾക്കൊള്ളിച്ചോണം. ഓക്കെ, യെസ്. പിന്നെ ഇതിന്റെ നമ്മുടെ ഈ കംപ്ലീറ്റ് ഇതിന്റെ റിവിഷൻ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ക്ലാസ് മുഴുവൻ കണ്ടതിന് ശേഷമാണെങ്കിൽ നമ്മുടെ താഴെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാണും. അപ്പൊ അതിൽ ജോയിൻ ചെയ്തതിന്റെ അതിന്റെ ഈ പറഞ്ഞ PDF നോട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നോക്കാം, എവല്യൂഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇവിടെ ഒക്കെ ഫസ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല അങ്ങനെ മെഷീൻ ലാംഗ്വേജ്. നമുക്ക് എന്താണ് ബൈനറി ഇൻസ്ട്രക്ഷൻസുകളായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ബൈനറി എന്ന് പറയുമ്പോൾ നമ്മുടെ സീറോസിന്റെയും വൺസിന്റെയും കോമ്പിനേഷൻസിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഇവിടെ സീറോസും വൺസും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് നമ്മളെ ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് അല്ല മെഷീൻ ലാംഗ്വേജ്. മെഷീൻസിന് മാത്രം അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആണെന്ത് ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജ് അല്ലേ. കാരണം ഇത് മെഷീൻ ഡിപ്പെൻഡബിൾ ആണ്. ഒരു മെഷീനിൽ നമ്മൾ റൈറ്റ് ചെയ്ത പ്രോഗ്രാം ഒരിക്കലും മറ്റൊരു മെഷീൻ കൊണ്ട് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
റൺ ചെയ്യാൻ സാധിക്കത്തില്ല. അസംബ്ലി ലാംഗ്വേജ് എന്ന് വിളിക്കുമ്പോൾ നമ്മളെ നിമോണിക് അല്ലെങ്കിൽ സിംബോളിക് ഇൻസ്ട്രക്ഷൻസുകളായിട്ട് കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ അഡിഷൻ ഓപ്പറേഷൻ ആഡ്, സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ സബ്, മൂവിങ് ഓപ്പറേഷൻ മൂവ്, അതൊക്കെ കൊടുക്കുന്ന നമ്മൾ എന്ത് അസംബ്ലി ലാംഗ്വേജ്. നോക്കാം, അടുത്ത് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പറഞ്ഞ നാച്ചുറൽ ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സുകൾ റിസംബിൾ ചെയ്യുന്ന നമുക്ക് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കുമ്പോൾ, ഇത് യൂസർ ഫ്രണ്ട്ലി ആൻഡ് മെഷീൻ ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് നമുക്ക് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കുമ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? പിന്നെ പ്രോഗ്രാമിംഗ് പാരാഡൈംസ്, ഇമ്പരേറ്റീവ് പ്രൊസീജിയർ ഉണ്ട്, ഫോർട്ടാൻ, കോബോൾ, പാസ്കൽ, ഒബ്ജക്റ്റ് ഉണ്ട്, സി പ്ലസ്, ജാവ, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, ഫംഗ്ഷൻ, ലിസ്പ്, പിന്നെ നമ്മളെ ഈ പറഞ്ഞ ലോജിക്, പ്രോലോഗ് ഉണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താ മക്കളെ? യെസ്. പിന്നെയാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ആണെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാണ് ഡേറ്റ സ്റ്റോർ ആൻഡ് പ്രോസസിംഗിൽ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടർ യൂസ്ഫുൾ ആവുന്നത് അല്ലേ? ഡേറ്റ പ്രോസസിംഗ്, ഡേറ്റ സ്റ്റോർ ആൻഡ് പ്രോസസിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇന്റലിജന്റ് ഡിസിഷൻ മേക്കിംഗ്, IoT, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിന്റെ യൂസ് ആട്ടോ. നെക്സ്റ്റ് നോക്കാം, ഡേറ്റ പ്രോസസിംഗ് എന്ന് വിളിക്കുമ്പോൾ ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുമ്പോൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡേറ്റ പ്രോസസിംഗ് എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡേറ്റ പ്രോസസിംഗ് സ്റ്റേജസുകൾ മക്കളെ കേടാ. ഡേറ്റ പ്രോസസ് സ്റ്റേജസ് എന്ന് വിളിക്കുമ്പോൾ ഒന്നാണ് ഇൻപുട്ട്, ദെൻ ഡേറ്റ ഇൻപുട്ട്, ദെൻ സ്റ്റോറേജ്, പ്രോസസിംഗ്, ഔട്ട്പുട്ട് ഓർ വിഷ്വലൈസേഷൻ. അതാണ് ഔട്ട്പുട്ട് ഓർ വിഷ്വലൈസേഷൻ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇത് വളരെ ചെറുതായിട്ടേ സാറ് പറയുന്നുള്ളൂ, വലിയ ഡെപ്തി പറയുന്നില്ല, വളരെ ചെറുതായിട്ടേ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ചാപ്റ്റർ 2 വരുമ്പോൾ നമ്പർ സിസ്റ്റംസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ പല വേസ് നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്ക് പല രീതികൾ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് 4 രീതി റെപ്രസെന്റ് ചെയ്യുന്നു. ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ. ഒക്ടലിലേക്ക് പഠിക്കാനില്ല. ഡെസിമൽ എന്ന് വിളിക്കുമ്പോൾ ബേസ് 10, ബൈനറി എന്ന് വിളിക്കുമ്പോൾ ബേസ് 2, ഒക്ടല് ബേസ് 8, ഹെക്സാഡെസിമൽ ബേസ് 16 അല്ലേ? കാരണം ഒരു നമ്പർ സിസ്റ്റം അതിൽ യൂസ് നമ്പർ ഓഫ് സിമ്പിൾസിനെ എന്ത് വിളിക്കാം? ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഒക്കെ ബേസ് 2, ഇവിടെ ബേസ് ഇപ്പോൾ 10 എന്ന് പറയുന്ന മീനിങ് എന്തുവാടാ? ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഇവിടെ ഡെസിമലിനകത്ത് 10 സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈനറി ബേസ് 2 എന്ന് പറയുമ്പോൾ 2 സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒക്ടല് ബേസ് 8 എന്ന് പറയുമ്പോൾ 8 സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെക്സാഡെസിമൽ ബേസ് 16 എന്ന് പറയുന്നത് 16 സിമ്പിൾസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. നെക്സ്റ്റ് MSD എന്ന് വിളിക്കും, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, അഥവാ ഒരു ഡെസിമൽ നമ്പറിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ തന്നെ MSD ആയിരിക്കും, ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ LSD ആയിരിക്കും, ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, പിന്നെ അതിന്റെ നമ്പർ കൺവേർഷൻസ് നമുക്ക് പഠിക്കാനുള്ള മക്കളെ കേടാ. നമുക്ക് നമ്പർ കൺവേർഷൻ പഠിക്കാം. ഡെസിമൽ ടു ബൈനറി ഉണ്ട്, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഉണ്ട്, ബൈനറി ടു ഡെസിമൽ ഉണ്ട്, ബൈനറി ടു എക്സ് ഉണ്ട്, എക്സ് ടു ബൈനറി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കൺവേർഷൻസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇപ്പം പഠിച്ച ഈ ഒരു ഷോർട്ടിൽ ടൈം പഠിച്ച് തീരത്തില്ല. ആ കൺവേർഷൻസ് നോക്കി വെച്ചേക്ക് കേട്ടോ. അപ്പൊ നോക്കി, ഇത് ഇവിടെ ഡെസിമൽ ടു ബൈനറി 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡാണ്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡാണ്. ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 2ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ അല്ലേ? ബൈനറി ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ടു ബൈനറി എന്ന് പറയുമ്പോൾ 8421 മെത്തേഡ്. ബൈനറി ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഈ പറഞ്ഞ ഇത് റൈറ്റ് സൈഡിൽ നിന്ന് 4 ബിറ്റായിട്ട് പെയർ ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ ബിറ്റ്സ് വേണമെന്നാണ്. ഇപ്പൊ 4 ബിറ്റ് ഇല്ലെങ്കിൽ എത്ര സീറോസ് ആണ് അത്ര സീറോസ് ആഡ് ചെയ്യല്ലേ? അപ്പൊ ആ ഒരു മെത്തേഡ്സുകളോടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ജസ്റ്റ് ബൈനറി അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഓൾറെഡി പഠിപ്പിച്ചാണ്. അപ്പൊ ഈ റൂൾസ് പ്രകാരം അല്ലേ? യെസ്. ഓക്കെ, യെസ്. ബൈനറി അഡീഷന്റെ റൂൾസുകൾ എത്രയാണ്? 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 0 വിത്ത് ക്യാരി 1 അല്ലേ? നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ റൂൾസുകൾ എത്രയാണ്? 0 - 0 0, 0 - 1 1, 1 ബോറോ വരുന്നുണ്ട്, 1 - 0 1 വരുന്നുണ്ട്, 1 - 1 0 വിത്ത് ക്യാരി ബോറോ 1 അല്ലേ? ഓർത്തിരിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻസ് മക്കളെ, ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻസ് ഒന്നാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം അല്ലേ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറയുന്ന നമ്പറിന്റെ സൈനും മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ്, സൈനും ആക്ച്വൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു നമ്പർ പറയുകയാണ്, ആ നമ്പറിന്റെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ള നമ്പർ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി റെപ്രസെന്റ് ചെയ്യുക. അതാണ് മക്കളെ എന്ത് ചെയ്യുന്നത്? ഇന്റിജർ നമ്പർ ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെയൊക്കെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് ഈസ് 0, നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ബിറ്റ് ഈസ് 1. ഓക്കെ, ഓർത്തിരിക്കുക. ഇത് 8 ബിറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്തത്, മറക്കല്ലേ? നെക്സ്റ്റ് നോക്കാം. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് എന്ന് വിളിക്കുമ്പോൾ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ
വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഒരു നമ്പറിന്റെ ബൈനറി കണ്ടുപിടിച്ച് അത് 8 ബിറ്റ് ആക്കിയിട്ട് ആ 8 ബിറ്റ് തന്നെയായിരിക്കും വൺസ് കോംപ്ലിമെന്റ്. ടൂസ് കോംപ്ലിമെന്റ് അതുപോലെ തന്നെ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മക്കളെ അതിന്റെ ബൈനറി കണ്ടുപിടിച്ച് 8 ബിറ്റ് ആണെങ്കിൽ 8 ബിറ്റിന്റെ ആയിരിക്കും ടൂസ് കോംപ്ലിമെന്റ്. പക്ഷെ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 8 ബിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണെങ്കിൽ 0ക്ക് വരെ 1 ആക്കുക, 1ന് വരെ 0 കേട്ടോ. നമ്മൾ ഓൾറെഡി ചെയ്ത മെത്തേഡ്സുകളാണ്. ഞാൻ മെത്തേഡ്സിലോട്ടൊന്നും പോകുന്നില്ല, പ്രോബ്ലംസിലോട്ട് പോകുന്നേ ഇല്ല കേട്ടോ. ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറയുക മാത്രമേ ചെയ്തു കേട്ടോ. യെസ്, ജസ്റ്റ് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന്റെ നമ്മളെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നമ്മളെ ഈ പറഞ്ഞ മാൻഡിസ പാർട്ടുണ്ട്, എക്സ്പോണന്റ് പാർട്ടുണ്ട് അല്ലെ. ഇവിടെ മാൻഡിസ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ ഫോർ എക്സാമ്പിൾ 4.1 × 10⁻², ഈ പറഞ്ഞ 4.1 നമുക്ക് എന്ത് വിളിക്കാം? മാൻഡിസ അല്ലെ, മാൻഡിസ എന്ന് വിളിക്കാം. യെസ്, ഈ പറഞ്ഞ -2 നമുക്ക് എന്ത് വിളിക്കാം? എക്സ്പോണന്റ് എന്ന് വിളിക്കാം. ക്യാരക്ടർ റെപ്രസെന്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഒന്നാണ് ആസ്കി അല്ലെ, ആസ്കി എന്ന് വിളിക്കുന്നത്. ആസ്കി എന്ന് പറയുമ്പോൾ എന്താണ് ആസ്കി? ആസ്കി എന്ന് പറയുന്നതാണ്. ആസ്കി എന്ന് പറയുമ്പോൾ ഫുൾ ഫോം ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, ഇവിടെ വെക്കാം. ആസ്കി 7 ബിറ്റിലും 8 ബിറ്റിലും റെപ്രസെന്റ് ഉണ്ട്. ആസ്കി 7 ബിറ്റ് ആണെങ്കിൽ 128 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യുന്നുണ്ട്. ആസ്കി 8 ബിറ്റ് ആണെങ്കിൽ 286 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വെക്കാം യൂണിക്കോഡ്. അഥവാ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആ സ്ലോയിൽ വേണമെങ്കിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ഒക്കെ യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ന് വിളിക്കുമ്പോൾ നമ്മളെ ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എൻകോഡിംഗ് സ്കീമാണ് മക്കൾ യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ. ഡിഫറെന്റ് ലാംഗ്വേജസിൽ നമ്മൾ ഈ പറഞ്ഞ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിലുള്ള എല്ലാ ലാംഗ്വേജസും ഈ ആസ്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആകെ 256 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വട്ട് ഇൻ ദ കേസ് ഓഫ് യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ 1,00,000 അല്ലെ, 1,00,000 ക്യാരക്ടേഴ്സിന് നമ്മളെ 16 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക. അപ്പൊ UTF-8 ഉണ്ട്, UTF-16 ഉണ്ട്, UTF-32 ഉണ്ട് അല്ലെ, ഓർത്തിരിക്കുക. UTF-8 ആണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇമേജ് ആൻഡ് ഓഡിയോ വീഡിയോ കംപ്രഷൻ ടൂൾസ്. ഇവിടെ വെക്കാം, ഇമേജിന്റെ ഇവിടെ വെക്കാം. യെസ്, ഓക്കെ. യെസ്, ഇമേജ് ഫയൽ ഫോർമാറ്റ്സിൽ പഠിച്ച BMP, JPEG ഫുൾ ഫോം പഠിച്ചിരിക്കുക. ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്സ് ഗ്രൂപ്പ് അല്ലേ. നെക്സ്റ്റ് PNG ബോട്ടം നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. നെക്സ്റ്റ് GF ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് അല്ലേ. നെക്സ്റ്റ് TIF ടാഗഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് അല്ലേ. നെക്സ്റ്റ് WebP, HEIF, HEIC, FCG കേട്ടോ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ് നോക്കി വെച്ചേക്കുക. ഏതൊക്കെ ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മക്കളെ ഏതൊക്കെയാടാ? ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ്. യെസ്, WAV വരുന്നുണ്ട്, AIFF, MB3, WMA, AS അല്ലെ. വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് ആണ് AVI, MB4, മൂവും WMV, MKV അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും. ഒന്ന് ബ്രീഫ് ആയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 2 കാറ്റഗറി മക്കളാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും പഠിക്കാത്ത കുട്ടികൾക്ക് എന്താണ് ഇനി നമ്മൾ ഡെപ്തിലോട്ട് പഠിക്കാനുള്ള ഒരു ചെറിയൊരു കീ പോയിന്റ്സ് മാത്രം ഇത്. അല്ലാതെ ഇതുകൊണ്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് മേടിക്കുകയല്ല ഉദ്ദേശം കേട്ടോ. ദെൻ മറ്റേ പഠിച്ച പിള്ളേർക്ക് എന്താണ് ജസ്റ്റ് റിവിഷനും. ഈ 2 കാറ്റഗറിയാണ് കേട്ടോ. 2 കാറ്റഗറിയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പൊ പഠിച്ചിട്ടില്ലാത്തവർക്ക് പഠിക്കാനുള്ള ഒരു ചെറിയൊരു കീ. നെക്സ്റ്റ് ഒക്കെ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൂളിയൻ വാല്യൂസ്, യെസ് ഓർ വാല്യൂസിനെ നമ്മൾ ഈ പറഞ്ഞ ബൈനറി വാല്യൂസ് ഡീൽ ചെയ്യുന്നതാണ് ബൂളിയൻ ആൾജിബ്ര എന്ന് വിളിക്കുമ്പോൾ. ഇവിടെ ഒക്കെ ബൂളിയൻ ട്രൂത്ത് ടേബിൾ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ബൂളിയൻ ഓപ്പറേഷൻസിന്റെ അല്ലെങ്കിൽ ബൂളിയൻ ഫംഗ്ഷൻസിന്റെ ഒരു ഇൻപുട്ട് വാല്യൂസിന് അതിനെ ഒരു ടാബുലാർ ഫോർമാറ്റ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ അല്ലേ. യെസ്, ഇവിടെ ഒക്കെ ബേസിക് ബൂളിയൻ ഗേറ്റ്സുകൾ നമുക്ക് നോക്കാം. ഇവിടെ പറയുകയാണ് ഓർ ആൻഡ് നോട്ട്. ഓർ ആകുമ്പോൾ പ്ലസ് സിമ്പൽ വരുന്നുണ്ട്, ആൻഡ് ആകുമ്പോൾ ഡോട്ട്, നോട്ട് ആകുമ്പോൾ ബാർ അല്ലെങ്കിൽ ഈ സിമ്പൽ അല്ലേ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് വെക്കാം, ഇവിടെ വെക്കാം. ഓറിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 അല്ലെങ്കിൽ ട്രൂ ആയ റിസൾട്ട് ട്രൂ ആയിരിക്കും. ആൻഡിനകത്ത് എല്ലാ ഇൻപുട്ടുകളും ട്രൂ ആണ് റിസൾട്ട് ട്രൂ ആകത്തുള്ളൂ. നോട്ടിനകത്താണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും, ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, യാ. അപ്പൊ ഓറും ആൻഡും എന്താ ബൈനറി ഓപ്പറേറ്റർ ആണ്. നോട്ട് എന്താണ്? യൂണറി ഓപ്പറേറ്റർ ആണ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ, ഓർത്ത് വെച്ചേക്കണേടാ. യാ, യെസ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. 0ക്ക് വരെ 1 ആക്കാം, 1ന് വരെ 0 ആക്കാം, പ്ലസിന് വരെ ഡോട്ട് ആക്കാം, ഡോട്ടിന് വരെ പ്ലസ് ആക്കാം. അതാണ് റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം ബൂളിയൻ ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റി ലോ A+0 എന്താണ്? A+0 A ഇല്ലേ, A+0 A.
ദെൻ എ ഡോട്ട് 1 ഇസിക്കൽ ടു എ ഡോട്ട് 0 ഇസിക്കൽ 0, എ പ്ലസ് 1 ഇസിക്കൽ 1 അല്ലേ, എ പ്ലസ് എ ഇസിക്കൽ എടം പോട്ടില്ല, എ പ്ലസ് എ ഇസിക്കൽ എ ഡോട്ട് എ ഇസിക്കൽ എ. അപ്പൊ ഈ ലോസുകൾ നോട്ട് ചെയ്ത് വെച്ചേട്ടോ. ഡിമോർഗൻ സീറം പറയുന്നത് ഡിമോർഗൻ സീറം അതിന്റെ പ്രൂഫും ചോദിക്കട്ടോ, പ്രൂഫും ചോദിക്കുന്ന കേട്ടോ. പ്രൂഫ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ഇവിടെ വെക്കാം എന്താണ് ഇവിടെ വെക്കാം എ പ്ലസ് ബി ദ ഹോൾ, ഇവിടെ നോട്ട് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസിക്കൽ ടു എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ്, എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസിക്കൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. അതാണ് ഡിമോർഗൻ തിയറമിന്റെ പ്രൂഫ് സാർ ചെയ്തിട്ടുണ്ട് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട്, അതൊന്ന് പഠിച്ചു വെച്ചേട്ടോ. പിന്നെ സർക്യൂട്ട് ഡിസൈൻ നമ്മൾ ഒരുപാട് വരച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തേ പോകട്ടോ, അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്യൂട്ട് ഡിസൈൻ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒക്കെ യൂണിവേഴ്സൽ ഗേറ്റ്സ് വിളിക്കുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് ഉണ്ട് നോറും ഉണ്ട് അല്ലേ, നാൻഡ് ഉണ്ട് നോറും ഉണ്ട് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് ഉണ്ട് നോറുണ്ട്, അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നാൻഡ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് ഇൻവെർട്ട് ചെയ്യുക, നോർ എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് ഇൻവെർട്ട് ചെയ്യുക, അതാണ് ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ. ജസ്റ്റ് ബേസിക് ഗേറ്റ്സ് നാൻഡ്, ആൻഡ് നോട്ട് ഉണ്ട്, ആൻഡ് നോർ അല്ലേ. യെസ്, ഇവിടെ നോട്ട് ഇവിടെ ഈ പറഞ്ഞ നാൻഡും നോറും ഉപയോഗിച്ചിട്ടാണെങ്കിൽ നോട്ടിനെയും ആൻഡിനെയും ഓറിനെയും ക്രിയേറ്റ് ചെയ്യുക, നോർ ഗേറ്റ് ഉപയോഗിച്ച് നോട്ടിനെയും ഓറിനെയും ആൻഡിനെയും ക്രിയേറ്റ് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളെ ക്വിക്ക് റിവിഷൻ ആയിട്ട് നമ്മളാണ് പ്രത്യേകം ഇവിടെ പറഞ്ഞ പോയിന്റ്സ് ഇവിടെ കൊടുത്തേപ്പോണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ കണ്ടൻസുകൾ എന്ന് പറയുമ്പോൾ. ഇതിനകത്ത് കുറെ കൺവെർഷൻസും ബൂളിൽ വരയ്ക്കാൻ ഡ്രോ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ സ്കിപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾ അങ്ങോട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ അതെല്ലാം ഇപ്പൊ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു റിവിഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല സൂപ്പർ സിസ്റ്റം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓർത്തിരിക്കുക. ഇവിടെ വെക്കാം നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ വരികയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ. കമ്പ്യൂട്ടർ സിസ്റ്റം ഓർഗനൈസേഷൻ ആണ് ഇവിടെ വെക്കാം. ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. യെസ്, ഇവിടെ വെക്കാം. നമുക്ക് ഇത്ര കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് ഇവിടെ വെക്കാം. ഫസ്റ്റ് നോക്കാം ഹാർഡ്വെയർ അല്ലേ. യെസ്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പഠിക്കുമ്പോൾ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ പാർട്ടാണ് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസുകളാണ്. നെക്സ്റ്റ് സോഫ്റ്റ് സിസ്റ്റം, അതൊന്ന് ജസ്റ്റ് ഇപ്പൊ ഇനിഷ്യലി അത് നോക്കണമെന്നില്ല കേട്ടോ, ഇനിഷ്യലി അത് നോക്കണം നിർബന്ധമില്ല. ജസ്റ്റ് നോക്കാം. സി പി യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. സി പി യുവിന്റെ 3 കമ്പോണൻസുകൾ നമുക്ക് സിയു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. രജിസ്റ്റേഴ്സ് പറയുമ്പോൾ ഒരു ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് ആണ്. ഒരു വെരി ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സി പി യുനുള്ളിലുള്ളൊരു മെമ്മറിയാണ്. സി പി യുനകത്ത് കിടക്കുന്ന ഒരു മെമ്മറി നമുക്ക് എന്ത് രജിസ്റ്റേഴ്സ് വിളിക്കുമ്പോൾ. ഡേറ്റ, അഡ്രസ്, ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ടിനെയൊക്കെ താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് ഈ പറഞ്ഞ രജിസ്റ്റേഴ്സ് വിളിക്കുമ്പോൾ. ക്യാഷ് മെമ്മറി എന്ന് വിളിക്കുമ്പോൾ ഈ പറഞ്ഞ സി പി യുന്റെയും റാമിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു മെമ്മറി നമ്മളെ ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വെക്കാം. അപ്പം ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഡേറ്റ ഇൻസ്ട്രക്ഷൻസിനൊക്കെ എന്താ ഈ സി പി യു വളരെ പെട്ടെന്ന്, കാരണം റാമിന്റെ ഡേറ്റയുടെ ഒരു കോപ്പി കൊടുക്കണം, ക്യാഷ് മെമ്മറി കാണും, ക്യാഷ് മെമ്മറി എന്നൊരു ഡേറ്റാസിനെ ഫെച്ച് ചെയ്യാറുണ്ട് അല്ലേ. നെക്സ്റ്റ് വെക്കാം. പ്രൈമറി മെമ്മറീസ് റോം ഉണ്ട്. റാം എന്ന് പറയുമ്പോൾ ഇത് ക്ലോസിലി സി പി അടുത്ത് കിടക്കുകയാണ്, ക്യാഷ് മെമ്മറി കഴിഞ്ഞ് കിടക്കുന്ന മെമ്മറി അല്ലേ. സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കുമ്പോൾ റാം സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. ഇത് പെർമനന്റ്, ഇത് ഫംഗ്ഷണൽ യൂണിറ്റ്സിന്റെ കാറ്റഗറി വരുന്നുണ്ട്. സി പി യു, രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഇൻപുട്ട് കേട്ടോ, ഇൻപുട്ട് ഔട്ട്പുട്ട് കേട്ടോ. ഫംഗ്ഷണൽ യൂണിറ്റ്സിന്റെ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ, ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ ഒന്ന് ഡ്രോ ചെയ്യാൻ പഠിച്ചേട്ടോ. യെസ്, അപ്പൊ ആ ഫിഗറിൽ വരുന്ന കാര്യങ്ങളുണ്ട്. സെക്കൻഡറി മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട് അല്ലേ. പ്രോഗ്രാം എക്സിക്യൂഷൻ എങ്ങനെ നടക്കുന്നുണ്ട്. ഫെച്ച്, പ്രോഗ്രാം ഫെച്ച് ഉണ്ട്, ഡീകോഡ് ഉണ്ട്, ഓപ്പറേഷൻ ഫെച്ച് ഉണ്ട്, എക്സിക്യൂട്ട്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഇതിലൂടെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത്. ജസ്റ്റ് ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ട്. ഹാർഡ്വെയർ കമ്പോണൻസിൽ വരുന്ന നമുക്ക് എന്ത് ഒന്നാണ് ഒന്നാണ് പ്രൊസസർ അല്ലെ. പ്രൊസസർ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഓപ്പറേഷൻസുകളൊക്കെ നമ്മളെ പ്രോസസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ പറഞ്ഞ മൈക്രോ പ്രൊസസർ വിളിക്കും. നമ്മുടെ ഓപ്പറേഷൻസുകൾ, ആക്ടിവിറ്റീസിനെല്ലാം കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ടാസ്ക്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊസസർ അല്ലെങ്കിൽ CP എന്ന് വിളിക്കും അല്ലെ. GP എന്ന് വിളിക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ മെനി കാൽക്കുലേഷൻസ് എല്ലാം പാരലായിട്ട് പ്രോസസ് ചെയ്യുക. ഇത് ഈ ഗ്രാഫിക്സ്, ട്രെയിനിങ് ഒക്കെ യൂസ്ഫുൾ ആണ് നമുക്ക് GP എന്ന് വിളിക്കും, അഥവാ ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് TPU, NP എന്ന് വിളിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ AI മെഷീൻ ലേണിംഗിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് TPU, NP എന്ന് വിളിക്കുമ്പോൾ. ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ഈ പറഞ്ഞ പ്രോസസിംഗ് യൂണിറ്റ്, അതായത് ഈ പറഞ്ഞ ന്യൂറോൺസ് നമ്മുടെ പാറ്റേൺസുകളെ റെക്കഗ്നൈസ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ലേൺ ചെയ്യുക, അതൊക്കെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അല്ലെ. ജസ്റ്റ് മദർ ബോർഡ് എന്ന് പറയുമ്പോൾ മദർ ബോർഡ് എന്ന് വിളിക്കുന്നതാണ്
മദർ ബോർഡ് ഒരു ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന മദർ ബോർഡ് എന്ന് വിളിക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ എല്ലാ പോർട്സുകളും ഉള്ള നമ്മളെ മദർ ബോർഡ് എന്നുള്ള ഈ പറഞ്ഞ എക്സ്റ്റേണൽ സ്ലോട്ടുകൾ, നമ്മുടെ ഈ പറഞ്ഞ USB പോർട്ടുകൾ, മെമ്മറി സ്ലോട്ടുകൾ എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് മദർ ബോർഡ് എന്ന് പറയുമ്പോൾ. അല്ലെ ഓർത്തിരിക്കുക. ഓർത്തിരിക്കുക കേട്ടോ. ഓർത്തിരിക്കുമെന്ന്. പോർട്സുകൾ വരുന്നതാണ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ഈ മദർ ബോർഡിനുള്ളിൽ ഒരു പാർട്ടാണ് പോർട്ടുകൾ എന്ന് പറയുമ്പോൾ. ആ പോർട്ടുകളാണ് മക്കളെ എന്താ USB പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, എതർനെറ്റ് പോർട്ട് ഉണ്ട്, ഓഡിയോ പോർട്ട് ഉണ്ട്, തണ്ടർബോൾട്ട് പോർട്ട് ഉണ്ട്, VGA പോർട്ട് ഉണ്ട്, ഡിസ്പ്ലേ പോർട്ട് ഉണ്ട് അല്ലേ. പിന്നെ എക്സ്പാൻഷൻ സ്ലോട്ട്സുകളാണ് PCI, M.2, പിന്നെ AGP. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ എക്സ്പാൻഷൻ സ്ലോട്ട്സുകളാണ്. മെമ്മറി എന്ന് പറയുമ്പോൾ വോൾട്ടൽ മെമ്മറി ഉണ്ട്. വോൾട്ടൽ മെമ്മറി, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നതാണ് വോൾട്ടൽ മെമ്മറിയാണ്. അഥവാ നമ്മുടെ ഈ റാം എന്ന് പറയുന്നത് വോൾട്ടൽ മെമ്മറിയാണ്. ടെമ്പറലി നമ്മുടെ ഡേറ്റാസിനെ എന്താണ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് സ്പീഡാണ് അല്ലേ. സ്പീഡ് അളക്കുന്നതാണ് ഈ പറഞ്ഞ സ്പീഡ് അളക്കുന്നതാണ് മെഗാ ഹെർട്സിലാണ്. റോം എന്ന് പറയുന്നത് നോൺ വോൾട്ടൽ മെമ്മറി. നോൺ വോൾട്ടൽ എന്ന് പറയുമ്പോൾ കണ്ടൻസ് ലോസ് ആയി പോകത്തില്ല. റോം ടൈപ്സുകൾ വരുന്നത് പ്രോം ഉണ്ട്, EEPROM ഉണ്ട്, EEPROM ഉണ്ട്. അതിന്റെ ഫുൾ ഫോംസും കൊടുത്തേപ്പുണ്ട്. ക്യാഷ് മെമ്മറി എന്ന് വിളിക്കുന്നതാണ് ഈ പറഞ്ഞ CPU-ന്റെയും റാമിന്റെയും ഇടയ്ക്കിടയ്ക്കുന്ന ഒരു മെമ്മറിയാണ്. അതിന്റെ ലെവൽ 1 ക്യാഷ് ഉണ്ട്, ലെവൽ 2 ക്യാഷ് ഉണ്ട്, ലെവൽ 3 ക്യാഷ് ഉണ്ട് അല്ലേ. ഓർത്തിരിക്കുക. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ സെക്കൻഡറി മെമ്മറിയുടെ കാറ്റഗറീസിൽ വരുന്ന ഈ പറഞ്ഞ മാഗ്നറ്റിക് മെമ്മറീസ് മക്കളെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ട് അല്ലേ. ഒപ്റ്റിക്കൽ മെമ്മറീസ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് നമ്മളെ CD ഉണ്ട്, DVD ഉണ്ട്, ബ്ലൂറേ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് നമ്മുടെ SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, USB ഫ്ലാഷ് ഡ്രൈവ് കേട്ടോ. ജസ്റ്റ് നോക്കാം. NVMe ഉണ്ട്. NVMe എന്ന് പറയുമ്പോൾ ഒരു ഹൈ സ്പീഡ് SSD കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് നമുക്ക് NVMe എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഓർത്തിരിക്കുക. NVMe ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ SSD യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് NVMe കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് ഓർത്ത് വെച്ചേക്കെ. ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് ഓർത്തിരിക്കുക. കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, സ്കാനർ, MACR, വെബ്കാം, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കേട്ടോ. ബാർകോഡ്, QR കോഡ്, സ്റ്റൈലസ്, ഗ്രാഫിക് ടാബ്ലറ്റ്, ഗെയിം കൺട്രോളർ, മോഷൻ ഗസ്റ്റർ സെൻസർ, ഐ ട്രാക്കർ, VR കൺട്രോളർ, ഫുഡ് പാഡ് അല്ലല്ലോ. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് VDU, പ്രിന്റർ. അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വിഷ്വലി നമുക്ക് കൺവേ ചെയ്യില്ലേ. നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റ് ഗ്രാഫിക്സിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ VDU എന്ന് പറയുമ്പോൾ അല്ലേ. LCD, TFT, LED, OLED ഒക്കെ എന്നാണ് എക്സാമ്പിൾസ് കേട്ടോ. പ്രിന്റർ എന്ന് പറയുമ്പോൾ ഹാർഡ് കോപ്പി പെർമനന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പ്രിന്റർ എന്ന് പറയുമ്പോൾ. ഡോട്ട് പ്രിന്റ് ഉണ്ട്, ലേസർ ഉണ്ട്, ഇങ്ക്ജെറ്റ് ഉണ്ട്, തെർമൽ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വെക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് പ്രോഗ്രാംസുകളുണ്ട്. സോഫ്റ്റ്വെയർ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നതാണ് ഈ പറഞ്ഞ OS, ലാംഗ്വേജ് പ്രൊസസർ, ലിങ്കേഴ്സ്, ലോഡേഴ്സുകൾ, യൂട്ടിലിറ്റീസ് ഉൾപ്പെടുന്നതാണ്. OS എന്ന് വിളിക്കുന്നതാണ് ഈ പറഞ്ഞ യൂസറിനെയും ഹാർഡ്വെയറിനെയും ഇടയ്ക്ക് ഇന്റർഫേസ് ടാക്ട് ചെയ്യുന്നത് OS എന്ന് പറയുമ്പോൾ അല്ലേ. ഓർത്തിരിക്കുക. ഓക്കെ. OSന്റെ ഫംഗ്ഷൻസ് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ് ആണ്. ലാംഗ്വേജ് പ്രൊസസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നതാണ് ഈ പറഞ്ഞ പ്രോഗ്രാം റിട്ടേണിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് സോഴ്സ് കോഡ് എന്ന് വിളിക്കാം. അസംബ്ലർ എന്ന് വിളിക്കുമ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നു. കമ്പൈലർ എന്ന് വിളിക്കുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീൻ കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്പൈലർ എന്ന് വിളിക്കുമ്പോൾ ഹൈ ലെവൽ കോഡിനെ ആണെങ്കിൽ മെഷീൻ കോഡിലോട്ടാണെങ്കിൽ ഹോൾ പ്രോഗ്രാം സിംഗിൾ എക്സിക്യൂഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ ഇന്റർപ്രറ്റർ എന്ന് വിളിക്കുമ്പോൾ ഹൈ ലെവൽ കോഡിനെ മെഷീൻ കോഡിലോട്ട് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് ലിങ്കർ ഉണ്ട്, ഹൈബ്രിഡ് ബൈക്കോഡ് മോഡൽ ഉണ്ട്. നെക്സ്റ്റ് യൂട്ടിലിറ്റി പ്രോഗ്രാംസുകൾ എന്ന് വിളിക്കുമ്പോൾ ഏതൊക്കെ മക്കളെ? യൂട്ടിലിറ്റി പ്രോഗ്രാംസുകൾ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഫയൽ മാനേജ്മെന്റ് ടൂൾസ് ഉണ്ട്, ആന്റിവൈറസ് ആൻഡ് ബാക്കപ്പ് ടൂൾസുകളുണ്ട്, ഡിസ്ക് ക്ലീനർ ഉണ്ട്, കംപ്രഷൻ ടൂൾസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വെക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് വരുന്നതാണ് എന്താ മക്കളെ ഈ ജനറൽ പർപ്പസ് ഉണ്ട്, ജനറൽ പർപ്പസ് പാക്കേജ് ഉണ്ട്. ജനറൽ പർപ്പസ് പാക്കേജിൽ വരുന്നതാണ് വേർഡ് പ്രോസസിംഗ്, പ്രസന്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് അല്ലേ. കസ്റ്റമൈസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലി നമ്മൾ കമ്പനീസിന് വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നില്ലേ. ഇൻവെന്ററി, സ്കൂൾ മാനേജ്മെന്റ്, പേറോള്, അക്കൗണ്ടിങ്, ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റംസ് ഒക്കെ എന്താണ് കസ്റ്റമൈസ് ആണ് അല്ലേ. ഓർത്തിരിക്കുക. അത് വലിയ നോട്ട് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ. ജസ്റ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഫേസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഫുൾ ആയിട്ട് ഒരു ഡാറ്റ ഇൻപുട്ട്, പ്രോസസ്, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഒക്കെ അറിയുക. അൽഗോരിതം, ഇറ്റ് ഈസ് എ ഫൈനൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഫ്ലോ ചാർട്ട് ഇസ് എ പിക്ചർ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം. കോഡിംഗ് എന്നൊക്കെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ടാസ്കിന് എന്താണ് കമ്പ്യൂട്ടർ ടാസ്ക് പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കോഡിംഗ് എന്ന് വിളിക്കാം. ഓക്കെ. നെക്സ്റ്റ് വെക്കാൻ ട്രാൻസ്ലേഷൻ, സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുക.
നെക്സ്റ്റ് നോക്കാം ഡീബഗിങ്, എറേഴ്സിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ്സിനെ ഇപ്പോൾ ഡീബഗിങ് എന്ന് വിളിക്കാം. എറേഴ്സുകൾ സിൻടാക്സ് എറർ ഉണ്ട്, ലോജിക്കൽ എറർ ഉണ്ട്, റൺ ടൈം എറർ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കാം എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, നമ്മുടെ പ്രോഗ്രാം എന്താണ് ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചു അഥവാ മെഷീൻ കോഡ് ട്രാൻസ്ലേറ്റ് ആക്കി വെച്ചു, അതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യുക, അതാണ് എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുമ്പോൾ. ഡോക്യുമെന്റേഷൻ, ഇന്ത്യൻ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇന്ത്യൻ ഡോക്യുമെന്റേഷൻ വിളിക്കുമ്പോൾ സോഴ്സ് കോഡിനുള്ളിൽ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാം കോഡിന് നമുക്ക് സോഴ്സ് കോഡിനുള്ളിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമുക്ക് വിളിക്കാം, കമന്റ്സിനെ നമുക്ക് വിളിക്കാം, ഇന്ത്യൻ ഡോക്യുമെന്റേഷൻ വിളിക്കാം. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ വിളിക്കുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ ഒരു വലിയ വലിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുമ്പോൾ യൂസർ മാനുവൽ നമുക്ക് വിളിക്കാം, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ വിളിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അൽഗോരിതംസ് രണ്ടും റൈറ്റ് ചെയ്യപ്പോണ്ട്, അൽഗോരിതം കൊടുത്തേപ്പോണ്ട്, ഫ്ലോ ചാർട്ട് സിമ്പിൾസുകൾ കൊടുത്തേപ്പോണ്ട്. യെസ്, ഓക്കെ, യാ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യം ബ്രീഫായിട്ടോ, അല്ല ഞാൻ വലിയ ഡെപ്തിലോട്ടോ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യിച്ചിട്ടൊന്നുമില്ല, ബ്രീഫായിട്ട് ഒന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കണ്ടൻസുകളാണ് ഈ കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് നിങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രം, പിന്നെ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത്രയും ചാപ്റ്ററുകളൊന്നും മനസ്സിലാക്കേണ്ടി മാത്രമുള്ള ഐറ്റംസ് കേട്ടോ, അല്ല വലിയ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. ഇപ്പം തന്നെ ഇത് പഠിക്കുക. വൈകുന്നേരം 7 മണിക്ക് കൃത്യം എല്ലാ മക്കളും സൂപ്പർ സിസ്റ്റിൽ പങ്കെടുക്കുക. നമ്മൾ 60 ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് 3 ചാപ്റ്റേഴ്സ് ചോദിക്കുന്നത് എല്ലാ കാര്യം കംപ്ലീറ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.